നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ഷൊർണൂരിൽ കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നെൽക്കതിർ സമരവുമായി കോൺഗ്രസ്. നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചത് ആനുകൂല്യ നിഷേധത്തെ തുടർന്ന് കൃഷി ഉപേക്ഷിക്കുമെന്ന് കർഷകർ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പട്ടാമ്പിയിൽ പോലീസിന്റെ ജനദ്രോഹം ആരോപിച്ച് വ്യാപാരികളുടെ പ്രതിഷേധം. പ്രദേശത്ത് തിങ്കളാഴ്ച രാവിലെ മുതൽ കടകൾ അടച്ചിട്ടു. സംയുക്ത വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പിയിൽ പ്രതിഷേധ ധർണ. ജനങ്ങളെയും വ്യാപാരികളെയും വലയ്ക്കുന്ന നടപടികളിൽ നിന്ന് പോലീസ് പിന്മാറണമെന്ന് വ്യാപാരി നേതാക്കൾ. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലെ ശുചിമുറികളിൽ ഉപയോഗിക്കാൻ നൽകുന്നത് മലിനജലം. പ്രതിഷേധത്തെ തുടർന്ന് ശുചിമുറി പൂട്ടി നടത്തിപ്പുകാരൻ മുങ്ങി. സംസ്ഥാനത്ത് ജലജന്യ രോഗങ്ങൾ പടരുമ്പോഴും കൃത്യമായ പരിശോധന നടത്താത്ത നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ അനാസ്ഥ കുറ്റകരമെന്ന് യാത്രക്കാർ. പെരുമ്പിലാവിൽ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണത്തിൽ ആംബുലൻസ് ഡ്രൈവർക്ക് പരിക്ക്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പഴഞ്ഞി കോട്ടൂൾ സ്വദേശി ഹാഷിറിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. വാർത്തകൾ വിശദമായി. ഷൊർണൂരിൽ കർഷകർക്ക് കോൺഗ്രസിന്റെ ഐക്യദാർഢ്യം. ആനുകൂല്യ നിഷേധത്തെ തുടർന്ന് കൃഷി ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലായ കർഷകരെ കൃഷിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സത്വര നടപടി ആവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഷൊർണൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ നെൽക്കതിർ പ്രതിഷേധം നടത്തി. ഷൊർണൂർ നഗരസഭയിലെ പാടശേഖര സമിതികളിലെ വിവിധ കർഷകർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ യഥാസമയം ലഭ്യമായിട്ടില്ലെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. AFIയുടെ നിരുത്തരവാദപരമായ പ്രവർത്തനം മൂലം ഫണ്ട് പാഴാവുകയാണുണ്ടായത്. ഉഴവുകൂലി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം കർഷകർ യോഗം ചേർന്ന് കൃഷി ഇറക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന തീരുമാനമെടുത്ത് ജില്ലാ കൃഷി ഓഫീസിലും വകുപ്പ് മന്ത്രിക്കും വിവരം നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് പ്രശ്നത്തിന് ഉടൻ പരിഹാരം ആവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ നെൽക്കതിരുമേന്തി കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. പ്രതിഷേധ യോഗം DCC സെക്രട്ടറി K. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ ഷൊർണൂരിനെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖല ഇന്ന് ഈ പാലക്കാട് ജില്ലയിൽ തന്നെ വലിയൊരു വിഭാഗം കാർഷിക മേഖലയുള്ള ഒരു പ്രദേശമാണ് ഷൊർണൂർ പ്രദേശം. എന്നാൽ ഈ ഷൊർണൂരിലെ കർഷകരോട് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ നഗരസഭ അനുവർത്തിച്ചു വരുന്ന കർഷക ദ്രോഹങ്ങൾക്കെതിരെ ശക്തമായി പോരാടുന്നതിൻ്റെ തുടക്കം കുറിക്കാനാണ് ഇന്ന് ഇങ്ങനെ ഒരു സമരം ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തെ കർഷകർക്ക് നൽകേണ്ട ആ കൃത്യസമയത്ത് നൽകേണ്ട ഉഴവു കൂലി അടക്കമുള്ള തുക ഈ നഗരസഭയുടെ കെടുകാര്യസ്ഥത കൊണ്ട് ഇവിടുത്തെ കർഷകർക്ക് കിട്ടാതെ ആയി അവരാകെ ഇന്ന് കടക്കണിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കടക്കണിയിലായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് ഈ ഷൊർണൂരിലെ കർഷകർ നീങ്ങിക്കൊണ്ടിരിക്കുക. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു, സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റ് TK ബഷീർ, സെക്രട്ടറി ഗോപികൃഷ്ണൻ, INTUC മണ്ഡലം പ്രസിഡന്റ് വിനയകുമാർ, വിനോദ്, കൗൺസിലർമാരായ പ്രവീൺ, ശ്രീകലാരാജൻ, മണ്ഡലം സെക്രട്ടറി മോഹൻദാസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശോഭനകുമാരി, രവീന്ദ്രൻ അമ്മാത്ത്, T. സുരേഷ്, രാമൻകുട്ടി, ഹരിദാസ്, സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സമരത്തെ തുടർന്ന് നഗരസഭാ സെക്രട്ടറിക്ക് കോൺഗ്രസ് നേതാക്കൾ നിവേദനം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി പോലീസ് അധികൃതരുടെ ജനദ്രോഹ നടപടിക്കെതിരെ പട്ടാമ്പിയിൽ സംയുക്ത വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. കടകളടച്ചാണ് വ്യാപാരികൾ പ്രതിഷേധിച്ചത്. സംയുക്ത വ്യാപാരി സംഘടനകളുടെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പിയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണ വ്യാപാര വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഗിരീഷ് അധ്യക്ഷനായി. വിവിധ സംഘടനാ നേതാക്കൾ സംസാരിച്ചു. ഇന്ന് കടകൾ അടച്ചുകൊണ്ട് വ്യാപാരികൾ ഒരു പ്രതിഷേധ സൂചകമായി ഇവിടെ ഒത്തുചേരുമ്പോൾ ആ ഒത്തുചേരൽ ഈ നാട്ടിൽ വിളിച്ചു പറയുന്നത് ഞങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടിക്കാൻ ആരൊക്കെ എതിർത്താലും അതിനെതിരെ കരുത്തോടുകൂടി തിരിച്ചടിക്കും പട്ടാമ്പിയിലെ വ്യാപാരികൾ എന്ന് ഈ പൊതുമധ്യത്തിൽ വിളിച്ചു പറയുന്നതിനാണ് നമ്മളിവിടെ ഒത്തുചേർന്നത്. ശ്രീ ഗിരീഷ് അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തീരുമാനിച്ചാൽ
ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കാൻ കഴിയും, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിയും. ശുചിമുറിയിൽ ഉപയോഗിക്കാൻ നൽകുന്നത് മലിനജലം. ജനങ്ങൾ പ്രതിഷേധിച്ചതോടെ ശുചിമുറി പൂട്ടി നടത്തിപ്പുകാരൻ മുങ്ങി. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലുള്ള ശുചിമുറികളിലാണ് ഉപയോഗിക്കാനായി മലിനജലം നൽകിയത്. വാളയാർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, തൃശൂർ തുടങ്ങി വിവിധ പ്രദേശങ്ങളിലേക്ക് ബസ്സുകൾ സർവീസ് നടത്തുന്നത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. നൂറുകണക്കിന് യാത്രക്കാരും ബസ് ജീവനക്കാരും വ്യാപാരികളും ആശ്രയിക്കുന്നത് സ്റ്റാൻഡിലെ ശുചിമുറികളെയാണ്. സ്റ്റാൻഡിന് സമീപമുള്ള മലിനജലം കെട്ടിക്കിടക്കുന്ന തോട്ടിൽ നിന്നാണ് ശുചിമുറിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത്. അമീബിക്, മസ്തിഷ്ക ജ്വരം, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങി ഗുരുതര ജലജന്യ രോഗങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമാകുന്ന സാഹചര്യത്തിലും ശുചിമുറിയിൽ ഉപയോഗിക്കാൻ മലിനജലമാണ് നൽകുന്നത്. മാത്രമല്ല, ശുചിമുറികൾ വൃത്തിയായി സൂക്ഷിക്കാറില്ലെന്നും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലെ ശുചിമുറികൾ രോഗം പരത്തുന്നവയാണെന്നും യാത്രക്കാർ പറഞ്ഞു. പൊതുജനങ്ങളും സ്ത്രീകളും കുട്ടികളുമായിട്ട് ഉപയോഗിക്കുന്ന ഈ സ്ഥലത്തിൽ വായു കഴുകാനും അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന വെള്ളത്തിൽ കൂടി പലതരം അസുഖങ്ങളുള്ള വെള്ളമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിനെ പ്രതിഷേധിച്ച് ഇവിടെ ഞങ്ങൾ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കൺഫ്യൂസ് സ്റ്റേഷൻ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. ഇത് കുറേയായി മുനിസിപ്പാലിറ്റി ശ്രദ്ധിക്കാറില്ല. ഞങ്ങൾ മുനിസിപ്പാലിറ്റി രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ രഘുവട്ടം പറഞ്ഞ രാവിലെ വിളിച്ചു. ഇത്ര നേരം മുനിസിപ്പാലിറ്റി വൈകി തിരിഞ്ഞു നോക്കിയില്ല. നോർത്ത് ജീപ്പ് വന്നവർ നോക്കി, ഇത്ര നേരം വന്ന് നോക്കിയിട്ട് പോയി. അവർ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അവർ തന്നെ വന്നിട്ട് അവർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അവരും ഉണ്ടാണ്ട് പോവുകയും ചെയ്തു. ഈ ആവശ്യം ജനങ്ങളുടെ വളരെ ശോചനമായ അവസ്ഥയാണ്. ഇത് ആര് കണ്ടാലും നിങ്ങളൊന്ന് നോക്കേണ്ട അവസ്ഥയാണിത്. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ഉറപ്പുവരുത്തേണ്ട നഗരസഭ ആരോഗ്യ വിഭാഗം കൃത്യമായ പരിശോധനയും നടപടിയും സ്വീകരിക്കാത്തതാണ് നടത്തിപ്പുകാരന് മലിനജലം നൽകാൻ ധൈര്യമായതെന്നും ഒന്നാം പ്രതി നഗരസഭ ആരോഗ്യ വിഭാഗമാണെന്നും യാത്രക്കാർ ആരോപിച്ചു. ഈ വേസ്റ്റ് വെള്ളം ചാലിൽ പോകുന്നത് അവിടെ ഒരു കുഴിയാണ്. ആ കുഴിയിനുള്ളിൽ അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ അടിച്ച് മുകളിൽ കയറ്റിയിട്ട് അതാണ് ഇവർ പ്രാഥമികർ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ കുറേ പ്രാവശ്യം അവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നാണ് പ്രാഥമിക കണ്ടത്. ഇന്ന് 6 മണി തൊട്ടാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി കണ്ടത്. 6 മണിക്കാണ് ഈ കമ്പോസ്റ്റ് സ്റ്റേഷൻ തുറക്കുന്നത്. തുറന്നിട്ട് ഇപ്പോൾ ഒരു 7 മണിയാകുമ്പോഴേക്കും 6-7 മണിയാകുമ്പോഴേക്കും പൂട്ടുകയും ചെയ്യും. അതൊരു വേറെ ഭാഗം. പിന്നെ മുനിസിപ്പാലിറ്റി അതിനുള്ളിൽ വൃത്തിയേ ഇല്ല. അതൊരു ഭാഗം വൃത്തിയല്ല. അത് നിങ്ങൾ ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുലിക്കളി നടത്തണമെന്നാവശ്യപ്പെട്ട് തൃശൂർ മേയർക്ക് 9 പുലിക്കളി സംഘങ്ങളുടെ സംയുക്ത നിവേദനം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിലെ പുലിക്കളി ഒഴിവാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് പുലിക്കളി സംഘങ്ങൾ ആവശ്യപ്പെട്ടു. ഒരുക്കങ്ങളുടെ ഭാഗമായി ഓരോ ടീമിനും 3 ലക്ഷത്തിലധികം രൂപ ഇതിനകം ചിലവായിട്ടുണ്ട്. പുലിക്കളി നടത്താതിരുന്നാൽ സാമ്പത്തിക നഷ്ടം താങ്ങാനാകില്ല. പുലിക്കളി നടത്താത്ത പക്ഷം തങ്ങൾക്കുണ്ടായ ബാധ്യത കോർപ്പറേഷൻ ഏറ്റെടുക്കണമെന്നും സംയുക്ത നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. മങ്കര കല്ലങ്ങാട് ക്ഷീരോത്പാദക സംഘത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതു പാനലിന് എതിരില്ലാതെ വിജയം. തെരഞ്ഞെടുപ്പിൽ ഇടതു പാനലിൽ 8 പേരാണ് മത്സരിച്ചത്. പുതിയ ഭാരവാഹികൾക്ക് റിട്ടേണിംഗ് ഓഫീസർ പ്രിൻസസ് ജോൺ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. AM അബ്ദുൽ കരീം, KV ലക്ഷ്മി, PR ഉസ്സനാർ, VS അബ്ബാസ്, KM വാസുദേവൻ, KM മോഹൻദാസ്, MS ദേവു, N ദേവി എന്നിവരാണ് വിജയിച്ചത്. പ്രസിഡന്റായി അബ്ദുൽ കരീമിനെയും വൈസ് പ്രസിഡന്റായി KV ലക്ഷ്മിയെയും തെരഞ്ഞെടുത്തു. പുതിയ ഭരണസമിതി അംഗങ്ങൾക്ക് CPM ലോക്കൽ സെക്രട്ടറി ER ശശിയുടെ നേതൃത്വത്തിൽ സ്വീകരണവും നൽകി. പ്രാദേശിക CPM നേതാക്കളും സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. ഈ പാൽ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഡയറക്ടർമാരോ ഇവിടുത്തെ പ്രസിഡന്റോ ഒക്കെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായി നല്ല നിലക്ക് നയിച്ചതിന്റെ ഭാഗമായാണ് മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനം, മങ്കരയിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഒരു എതിരുമില്ലാതെ പുതിയ ഭരണസമിതിയെ തന്നെ ഇവിടുത്തെ അംഗങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. പുതിയ ഭരണസമിതിക്ക് എല്ലാവിധ ഭാഗങ്ങളും ഈ അവസരത്തിൽ നൽകുകയാണ്. ഇതിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പെരുമ്പിലാവിൽ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണത്തിൽ ആംബുലൻസ് ഡ്രൈവർക്ക് പരിക്ക്. പെരുമ്പിലാവ് റഡോൺ ആംബുലൻസ് ഡ്രൈവർ പഴഞ്ഞി കോട്ടൂൽ സ്വദേശി ചേമ്പത്തയ്യൽ വീട്ടിൽ 28 വയസ്സുള്ള ഹാഷിറിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ രാത്രിയാണ് ആംബുലൻസ് ഡ്രൈവർക്ക് നേരെ ആക്രമണമുണ്ടായത്. പെരുമ്പിലാവ് സെൻട്രലിൽ മദ്യലഹരിയിൽ യുവാക്കൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഈ സംഘർഷത്തിലേർപ്പെട്ടവരെ സംഭവസ്ഥലത്തുണ്ടായിരുന്നവർ സംഘർഷത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും സംഭവസ്ഥലത്തു നിന്ന് പറഞ്ഞുവിടുകയും ചെയ്തു. പിന്നീട് രാത്രി 11:30യോടെ 2 കാറുകളിലായെത്തിയ സംഘം സംഭവസ്ഥലത്ത് നിന്നിരുന്ന ഹാഷിറിനെ മദ്യലഹരിയിൽ ആക്രമിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും
പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അക്രമികൾക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പെരിങ്ങോട്ട് കൃഷിയിൽ തരിശുനിലം പാട്ടത്തിനെടുത്ത് കൃഷിയിറക്കി ഓട്ടോ ഡ്രൈവർമാർ. ഉത്സവാന്തരീക്ഷത്തിൽ വിളവെടുപ്പ് നടത്തി. പെരിങ്ങോട്ട് കൃഷി പരുത്തിപ്പുള്ളി കരിങ്കുളം ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരാണ് തരിശുനിലം പാട്ടത്തിനെടുത്ത് കൃഷിയോഗ്യമാക്കിയത്. വെണ്ട, പയർ, ചീര, കുമ്പളം, മത്തൻ തുടങ്ങിയവയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കാട്ടുപന്നി ശല്യം തടയാൻ കൃഷിസ്ഥലത്തിന് ചുറ്റും ചെണ്ടുമല്ലിയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഓട്ടോ സ്റ്റാൻഡിന്റെ സമീപത്തെ തരിശുനിലത്താണ് പാട്ടത്തിനെടുത്ത് കൃഷി ഇറക്കിയത്. ഓണവിപണി ലക്ഷ്യമിട്ടാണ് കൃഷി ചെയ്തിട്ടുള്ളതെന്നും 1/2 ഏക്കറോളം സ്ഥലത്ത് കൃഷി ഇറക്കാൻ 30,000 രൂപ ചെലവ് വന്നെന്നും കൃഷിയിറക്കിയ ഓട്ടോ ഡ്രൈവർമാരായ വിജയ്, ഷഫീർ, നിഷാദ്, മനോഹരൻ, പ്രകാശ് എന്നിവർ പറഞ്ഞു. ഓട്ടോ ഓടിച്ച് വരുമാനമാർഗം കണ്ടെത്തുന്നതിനിടയിലും സ്വയം താൽപര്യത്തിൽ കൃഷിയിലേക്ക് ഇറങ്ങിയ ഇവർക്ക് സർക്കാരും കൃഷിവകുപ്പും ഇടപെട്ട് പ്രോത്സാഹനവും ധനസഹായവും നൽകണമെന്ന് പഞ്ചായത്ത് അംഗം ER രാമദാസ് ആവശ്യപ്പെട്ടു. പച്ചക്കറി കൃഷിക്ക് തുടക്കപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓട്ടോറിക്ഷ എല്ലാവരും പഴയകാല കർഷകരുടെ മക്കളാണ്. അപ്പോൾ അവരാണ് ഇതിലൊരു നൂതനമായ ഒരു ആവശ്യം ഉന്നയിക്കുക. വളരെ കൂട്ടായ്മയോടുകൂടിയിട്ട് കൃഷി രീതിക്ക് ഇന്ന് വിളവെടുപ്പ് നടത്തിയിരിക്കുകയാണ്. കൃഷി ഓഫീസിൽ പാടശേഖര സമിതി ഭാരവാഹികളെല്ലാം ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിലുള്ള ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇത് വളരെ വിപുലീകരണമായ ഒരു പരിപാടി അടുത്ത വർഷം ഇത് തുടക്കമാണ്. കുറച്ച് കൂടുതലായിട്ട് നല്ല രീതിയിൽ ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. അതിനുള്ള എല്ലാവിധ പ്രോത്സാഹനവും ഞങ്ങൾ നൽകും. തരിശുനിലത്ത് കൃഷി ഇറക്കിയതിന്റെ ആദ്യ വിളവെടുപ്പ് പെരിങ്ങോട്ട് കൃഷി കൃഷിഭവൻ ഓഫീസർ അർച്ചന നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള നദ്വത്തുൽ മുജാഹിദീൻ പാലക്കാട് കോംപ്ലക്സ് മദ്രസ മാനേജ്മെന്റ് സംഗമം നടന്നു. സംഗമം KNM പാലക്കാട് ജില്ലാ സെക്രട്ടറി PP ഉണ്ണീൻകുട്ടി മൗലവി ഉദ്ഘാടനം ചെയ്തു. കേരള നദ്വത്തുൽ മുജാഹിദീൻ പാലക്കാട് കോംപ്ലക്സ് മദ്രസ മാനേജ്മെന്റിന്റെയും സദർ മുദ്രീസുമാരുടെയും സംഗമം മേപ്പറമ്പ് കുരിശാംകുളം മദ്രസത്തുൽ മുജാഹിദീനിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. പരിപാടിയിൽ മണ്ഡലം സെക്രട്ടറി അബ്ദുൽ മജീദ് മാസ്റ്റർ അധ്യക്ഷനായി. വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി അബ്ദുൽ അസീസ് സുലമി, വിദ്യാഭ്യാസ ബോർഡ് അംഗം ഉസ്മാൻ മിഷ്കാത്തി എന്നിവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. പാലക്കാട് കോംപ്ലക്സ് സെക്രട്ടറി ഫാറൂഖ് മൗലവി സ്വാഗതവും ട്രഷറർ അബ്ദുൽ നാസിർ മൗലവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഇരുവൃക്കകളും തകരാറിലായ ദേശമംഗലം സ്വദേശി തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. ദേശമംഗലം തലശ്ശേരി ചെരുവിൽ പീടികയിൽ പരേതനായ മൂസയുടെ മകൻ 43 വയസ്സുള്ള ഹംസയാണ് വൃക്ക മാറ്റിവയ്ക്കൽ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നത്. ദീർഘകാലം അബുദാബിയിൽ ജോലി ചെയ്തു വന്നിരുന്ന ഹംസ ഹൃദയ സംബന്ധമായ രോഗത്തെ തുടർന്ന് 9 ദിവസത്തോളം അബുദാബിയിലെ ആശുപത്രിയിൽ അബോധാവസ്ഥയിലായിരുന്നു. നാട്ടിലെത്തി വിദഗ്ധ പരിശോധന നടത്തിയപ്പോഴാണ് ഇരുവൃക്കകളും തകരാറിലായ വിവരമറിയുന്നത്. അടിയന്തരമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്കായി ഏകദേശം 40 ലക്ഷത്തോളം രൂപ വേണ്ടിവരും. ഭാര്യയും 3 പെൺമക്കളും അടങ്ങുന്ന കുടുംബം വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇത്രയധികം തുക സ്വരൂപിക്കുക എന്നത് ഈ നിർധന കുടുംബത്തെ സംബന്ധിച്ച് ദുഷ്കരമാണ്. ഹംസയുടെ പിതാവ് മൂസ വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്നും ജ്യേഷ്ഠൻ അലി ക്യാൻസർ ബാധിച്ചും മരിച്ചിരുന്നു. നേരത്തെ സഹോദരൻ താഹിറിന് വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് കുടുംബത്തിന്റെ മുഴുവൻ സമ്പാദ്യവും ഉപയോഗിച്ചാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. അതിനിടയിലാണ് വിധിയുടെ ക്രൂരതയ്ക്ക് മുന്നിൽ ഹംസയും വീണുപോകുന്നത്. ഹംസയുടെ ചികിത്സാ ചെലവുകൾക്ക് ആവശ്യമായ തുക ശേഖരിക്കുന്നതിനായി K. രാധാകൃഷ്ണൻ MP, പട്ടികജാതി വർഗ കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് എന്നിവർ രക്ഷാധികാരികളായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയരാജ് ചെയർമാനായും വാർഡംഗം KA ഇബ്രാഹിം കൺവീനറായും തലശ്ശേരി ഗ്രാമീണ വായനശാല സെക്രട്ടറി അബ്ദുൽ അസീസ് ട്രഷററായുമുള്ള ചികിത്സാ സമിതിയുടെ നേതൃത്വത്തിലാണ് ചികിത്സയ്ക്ക് ആവശ്യമായ ധനസമാഹരണം നടത്തുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെയും കരുതൽ മാത്രമാണ് വാടക വീട്ടിൽ കഴിയുന്ന ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ. ധനസഹായ സ്വരൂപണത്തിനായി കേരള ഗ്രാമീൺ ബാങ്ക് ആറങ്ങോട്ടുകര ബ്രാഞ്ചിൽ അക്കൗണ്ടും എടുത്തിട്ടുണ്ട്. ഹംസയെ ചേർത്ത് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ 40383101113921 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക്
നിങ്ങളുടെ സഹായം എത്തിക്കുക. അംസയുടെ മറ്റു ജ്യേഷ്ഠനുജന്മാരും നിലവിൽ ഇതേ അസുഖവുമായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സുമനസ്സുകളുടെ സഹായം കൊണ്ട് മാത്രമാണ് അംസയുടെ ചികിത്സയും തുടർ ചികിത്സയുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഏകദേശം 40 ലക്ഷം രൂപയോളം വരുന്ന ചികിത്സാ ചെലവിന് ഞങ്ങൾക്ക് നിലവിലാകെ 15 ലക്ഷം രൂപയോളം മാത്രമാണ് ഞങ്ങൾക്ക് ആയിട്ടുള്ളൂ. ഇനിയും ഭീമമായൊരു തുക ഞങ്ങൾക്ക് ഈ ചികിത്സയുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് കാണുന്ന സുമനസ്സുകളെല്ലാവരും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു സഹായ സഹകരണങ്ങൾ അംസയുടെ ചികിത്സാ സഹായ സമിതിക്ക് ചെയ്തു തരണമെന്നും ഒരുപാട് ആളുകൾ ഒരുപാട് സേവനങ്ങൾ അതുപോലെ തന്നെ അവരുടെ സാമ്പത്തികമായും ശാരീരികമായും ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഒപ്പം അറിയിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂർ AUP സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ ഭാഗമായുള്ള ഗൈഡ് യൂണിറ്റിന് തുടക്കമായി. ഗൈഡ് യൂണിറ്റ് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത ഉദ്ഘാടനം ചെയ്തു. ഇനി നമ്മൾ വലിയ കുട്ടികളാകുമ്പോഴും നമ്മൾ ഈ ഏറ്റെടുത്ത ഉത്തരവാദിത്തം നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലും ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സെറിയ ടീച്ചർ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ടീച്ചറെ പരിചയപ്പെടുത്താൻ ആദ്യം നമ്മൾ പഴയകാല സ്കൂളാണെങ്കിൽ ബുൾബുൾ യൂണിറ്റിന്റെ പ്രവർത്തനവുമായിട്ട് ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ച എന്ന് പറഞ്ഞാൽ ടീച്ചർ പോകുമ്പോഴേക്കും ഇവിടെ തന്നെ നമ്മുടെ പല വിദ്യാലയങ്ങളിലും അതെല്ലാം ഉണ്ടാവുകയും കൂടുതൽ കുട്ടികൾക്ക് അതിലേക്ക് കടന്നു വരുന്നതിനുള്ള മാതൃക സൃഷ്ടിക്കാനായിട്ട് ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. വാർഡംഗം VM അൻവർ സാദിഖ് അധ്യക്ഷനായി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു മുഖ്യ അതിഥിയായി. ബുൾബുൾ ഡിസ്ട്രിക്ട് കമ്മീഷണർ സഫിയ മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാന അധ്യാപിക TA ഷരീഫ, ലോക്കൽ അസോസിയേഷൻ സെക്രട്ടറി അനൂപ്, PTA പ്രസിഡന്റ് NP ഗണേഷ്, KM അബ്ദുൽ ഹക്കീം, ഗൈഡ് ക്യാപ്റ്റൻ സോദി തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിലെ 1ാം ക്ലാസ്സുകാരി ആലിയ ഫാത്തിമ സ്വരൂപിച്ച പണക്കുടുക്ക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി പഞ്ചായത്ത് പ്രസിഡന്റ് അനിതയ്ക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. മങ്കര മുണ്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 2 ദിവസങ്ങളിലായി നടന്ന അഷ്ടബന്ധ കലശം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി അണ്ടലടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് പൂജകൾ നടന്നത്. മങ്കര നായർ വീടിന്റെ ഊരായ്മയിലുള്ള മുണ്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 11, 12 തീയതികളിൽ നടന്ന അഷ്ടബന്ധ കലശത്തിന്റെ ആദ്യ ദിനമായ ഓഗസ്റ്റ് 11 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് ആചാര്യവരണം, ഗണപതി പൂജ, പ്രസാദശുദ്ധി, ദീപാരാധന, രക്ഷോഗന ഹോമം, വസ്തുഹോമം, അസ്ത്രകലശപൂജ, വസ്തുകലശപൂജ, വസ്തുബലി, ഭഗവത് സേവ, വസ്തുകലശാഭിഷേകം, അത്താഴപൂജ എന്നിവയുണ്ടായി. 2ാം ദിവസമായ തിങ്കളാഴ്ച ക്ഷേത്രത്തിൽ രാവിലെ മഹാഗണപതി ഹോമം, ഉഷപൂജ, ബിംബശുദ്ധി, ചതുശുദ്ധിധാര, പഞ്ചഗവ്യം, കലശപൂജ, 25 കലശപൂജ, ബിംബശുദ്ധി, കലശാഭിഷേകം, 25 കലശാഭിഷേകം, ഉച്ചപൂജ എന്നിവയുമുണ്ടായി. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്രത്തിലെ ചടങ്ങുകളുടെ സുഗമമായ നടത്തിപ്പിന് അകമഴിഞ്ഞ് സഹായിച്ച മഞ്ഞക്കര വേല കമ്മിറ്റി, അയ്യപ്പൻ വിളക്ക് കമ്മിറ്റി തുടങ്ങി മുഴുവൻ കമ്മിറ്റി ഭാരവാഹികൾക്കും ക്ഷേത്ര മേൽശാന്തി സുരേഷ് നന്ദി അറിയിച്ചു. ഏതാണ്ട് 40 വർഷത്തിന് ശേഷം ആണ് ഈ അഷ്ടബന്ധ കലശം ഇവിടെ ആഘോഷിക്കപ്പെടുന്നത്. ഈ അഷ്ടബന്ധ കലശം ദർശിക്കുവാനായി എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രസന്നിധിയിലേക്ക് എത്തിച്ചേരുകയും അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിനുവേണ്ടി സഹകരിച്ച, ഈ അഷ്ടബന്ധ കലശത്തിനു വേണ്ടി സഹകരിച്ച മഞ്ഞക്കര വേലക്കമ്മിറ്റി ഭാരവാഹികളോടും അതുപോലെ തന്നെ അയ്യപ്പൻ വിളക്ക് കമ്മിറ്റി ഭാരവാഹികളോടും ഇതിനുവേണ്ടി സംഭാവന നൽകിയ ഭക്തജനങ്ങളോടും നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. കണയം ശ്രീകുർമ്മ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നടത്തിവന്നിരുന്ന ഭക്തി പ്രഭാഷണത്തിന് സമാപനമായി. ഞായറാഴ്ച തവനൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ സ്മിതാദാസിന്റെ പ്രഭാഷണത്തോടെയാണ് ഭക്തി പ്രഭാഷണ പരമ്പരയ്ക്ക് സമാപനമായത്. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഞായറാഴ്ചകളിലാണ് വള്ളുവനാട്ടിലെ പ്രമുഖ ക്ഷേത്രമായ കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തിപ്രഭാഷണം നടത്തിയത്. തവനൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പാൾ സ്മിതാദാസിൻ്റെ ഭക്തിപ്രഭാഷണത്തോടെ പ്രഭാഷണ പരമ്പരയ്ക്ക് സമാപനമായി. പാട്ടുകണ്ടം ബ്രദേഴ്സ് സ്പോൺസർ ചെയ്ത ആനയൂട്ടും തുടർന്ന് ക്ഷേത്രം ഭജനമണ്ഡപത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രസാദഊട്ടുമുണ്ടായി. പ്രസാദഊട്ടിന് ക്ഷേത്രവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന പാചക വിദഗ്ധൻ സുരേഷ് മായന്നൂർ, അനിത കണയം എന്നിവരെ ആദരിച്ചു. 100 കണക്കിന് ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ക്ഷേത്രം പ്രസിഡന്റ് പരമേശ്വരൻ മാസ്റ്റർ, സെക്രട്ടറി കൃഷ്ണദാസ്, രാഘവൻ നായർ, ശ്രീനാരായണൻ, പയ്യനഴി ഉണ്ണികൃഷ്ണൻ, രാമദാസ്,
ഉണ്ണികൃഷ്ണൻ കൂരിയിൽ, രാജേഷ് വെള്ളോത്ത തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഷൊർണൂരിൽ കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നെൽക്കതിർ സമരവുമായി കോൺഗ്രസ്. നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചത് ആനുകൂല്യ നിഷേധത്തെ തുടർന്ന് കൃഷി ഉപേക്ഷിക്കുമെന്ന് കർഷകർ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ. കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പട്ടാമ്പിയിൽ പോലീസിന്റെ ജനദ്രോഹം ആരോപിച്ച് വ്യാപാരികളുടെ പ്രതിഷേധം. പ്രദേശത്ത് തിങ്കളാഴ്ച രാവിലെ മുതൽ കടകൾ അടച്ചിട്ടു. സംയുക്ത വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പിയിൽ പ്രതിഷേധ ധർണ. ജനങ്ങളെയും വ്യാപാരികളെയും വലയ്ക്കുന്ന നടപടികളിൽ നിന്ന് പോലീസ് പിന്മാറണമെന്ന് വ്യാപാരി നേതാക്കൾ. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലെ ശുചിമുറികളിൽ ഉപയോഗിക്കാൻ നൽകുന്നത് മലിനജലം. പ്രതിഷേധത്തെ തുടർന്ന് ശുചിമുറി പൂട്ടി നടത്തിപ്പുകാരൻ മുങ്ങി. സംസ്ഥാനത്ത് ജലജന്യ രോഗങ്ങൾ പടരുമ്പോഴും കൃത്യമായ പരിശോധന നടത്താത്ത നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ അനാസ്ഥ കുറ്റകരമെന്ന് യാത്രക്കാർ. പെരുമ്പലാവിൽ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണത്തിൽ ആംബുലൻസ് ഡ്രൈവർക്ക് പരിക്ക്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പഴഞ്ഞി കോട്ടൂൾ സ്വദേശി ഹാഷിറിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.